എനിക്ക് പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മുടെ മൂവിയുടെ ട്രെയിലർ ഒന്നും റിലീസ് ആവാൻ പോകുന്നുള്ളല്ലോ. പക്ഷെ ഇതിൻ്റെ ആ ഒരു ഫോണ്ട് നമ്മുടെ ടൈറ്റൻ്റെ ഫോണ്ടിൽ തന്നെ ഒരു കയറൊക്കെ വെച്ചിട്ട് ഭയങ്കര സസ്പെൻസ് ആയിട്ട് ഒരു എലമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അത് ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു എലമെന്റ്. ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല, ഡയറക്ടറിനോട് ചോദിച്ചോന്നാണോ? അതാണ് സേഫ് ആയിട്ട് പിടിക്കുന്നത്. ചിലപ്പോ എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്പോയിലർ ആയി പോയി കഴിഞ്ഞാൽ അതെ, സ്പോയിലർ വിടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതുവെ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇപ്പോൾ പുതിയ ആൾക്കാർ വരുന്നു, പുതിയ ടൈപ്പ് കഥ വരുന്നു, അങ്ങനെ ഭയങ്കര ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പം നിങ്ങൾക്ക് ഇനി വരുന്ന കാലത്ത് അല്ലെങ്കിൽ ഇനി ഒരു റോള് വരണമെങ്കിൽ എങ്ങനത്തെ റോള് ചെയ്യണം എന്നാണ് ആഗ്രഹം? എനിക്ക് എല്ലാ ടൈപ്പ് റോൾസും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ജസ്റ്റ് നായിക മെറ്റീരിയൽ അല്ലാണ്ട് നല്ല ക്യാരക്ടേഴ്സ്. ഇപ്പം ഒരു വലിയ മൂവിയിൽ അല്ലെങ്കിൽ ഒരു നല്ല പേര് കേൾക്കുന്ന ഒരു മൂവിയിൽ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അത് ക്യാച്ച് ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിൽ ആൾക്കാർ ഓർത്തിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ നല്ല പോസിറ്റീവ് റോൾസ് മാത്രമല്ലാണ്ട് നെഗറ്റീവ് റോൾസും നെഗറ്റീവ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ? അല്ല, പിന്നെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഒരു വില്ലനീസും വേണ്ട നെഗറ്റീവ് എന്ന് പറയുമ്പോൾ. എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ പറഞ്ഞ വില്ലനൊക്കെ ഉണ്ട്, വില്ലനും വില്ലത്തി. അങ്ങനെ എല്ലാ ജോണറിൽ എല്ലാ ക്യാരക്ടേഴ്സും എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. പക്ഷെ പൊതുവെ എനിക്ക് തോന്നിയത് കുറച്ച് പണ്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് താറാവ് അതിനകത്ത് അല്ലേ നമ്മളൊരു ഇഷ്ടക്കേട് തോന്നും ആദ്യം. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സും ചെയ്യണം. ഇപ്പൊ അങ്ങനത്തെ സിനിമകളൊക്കെ ഇറങ്ങുന്നത് കുറവാണ്. പക്ഷെ ഇപ്പൊ ചർച്ച ചെയ്യുന്നു അങ്ങനത്തെ പടങ്ങളൊക്കെ. അതേപോലെ ശോഭന മാമയുടെ മണിച്ചിത്രത്താഴ് പോലെയുള്ള സിനിമ ഇനി ഇറങ്ങുമോന്ന് അറിയില്ല. എനിക്ക് ഡാൻസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ക്ലാസിക്കലായിട്ട് എപ്പോഴും പഠിക്കുമല്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും അങ്ങനത്തെ നാഗവല്ലി പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. ആരെങ്കിലും ഒപ്പം അഭിനയിക്കണം എന്നുണ്ടോ? ലൈക്ക് ഇന്നയാളോടൊപ്പം അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് സിനിമയ്ക്ക് വന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇഷ്ടമാണ്. ലാലേട്ടൻ ഫാൻ ഗേളാണ്. അഭിനയിക്കണമെന്ന് അങ്ങനെ ഒരു ഇഷ്ടം ഒബ്വിയസ്ലി. ഓക്കെ, അഖിലിനോ? എനിക്കും ഇപ്പൊ നന്ദന പറഞ്ഞ പോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാനും താല്പര്യമുണ്ട്. പിന്നെ പോസിറ്റീവും ചെയ്തു നെഗറ്റീവും ചെയ്തു. അങ്ങനെ ഒരു നെഗറ്റീവ് ചെയ്തപ്പോ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ കുറച്ച് വയലൻസും അങ്ങനത്തെ ഇഷ്ടമല്ലെങ്കിൽ എളുപ്പം ഏതാ തോന്നിയത്? വയലൻസ് ചെയ്യാനോ അതോ നല്ലവനായ ഉണ്ണിയാവാനാണോ? രണ്ടും കുഴപ്പമില്ല. രണ്ടും എന്താ പറയാ, അതൊരു മീറ്ററിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഓവറായി പോകും. ചിലപ്പോ നല്ലവനായി ഉണ്ണി ചിലപ്പോ വല്ല ക്രിഞ്ചി അടിച്ചു പോകും, മറ്റേത് കുറച്ച് ഓവറായിട്ട് പോകും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ഏറ്റവും പറ്റും. പിന്നെ ഇപ്പൊ അഖില നിങ്ങൾ കുറച്ച് ഭയങ്കര ബോഡി ഫിസിക് ഒക്കെ വെച്ചിട്ട് ഒരു വില്ലൻ ടൈപ്പിനെ കൂടുതൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ എനിക്ക് കൂടുതൽ വില്ലൻ ടൈപ്പ് ക്യാരക്ടർ വരുള്ളൂ, നല്ലവൻ അല്ലെങ്കിൽ ഭയങ്കര ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എല്ലാ ആക്ടേഴ്സും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും. പണ്ടായിരുന്നു അങ്ങനെ നായകനിൽ നിന്ന് മാറി എന്തെങ്കിലേക്കും പോയാൽ പിന്നെ അതിലേക്ക് മാത്രമായി ടൈപ്പ് കാസ്റ്റിംഗ് ഭയങ്കര കുറവാകും. ഇപ്പൊ എല്ലാവരും ചൂസ് ചെയ്യുന്നു. ഇപ്പൊ മമ്മൂക്ക തന്നെ വില്ലനൊക്കെ ആയിട്ട് ചെയ്ത് അതെ. അപ്പൊ മൊത്തത്തിൽ ചേഞ്ച് ആയി. അപ്പൊ പിന്നെ അങ്ങനെ നോക്കിയിട്ടില്ല. എനിക്ക് നല്ല സിനിമകൾ ചെയ്യുക, നല്ല ഗ്രൂപ്പ്സിന്റെ കൂടെ ചെയ്യാം, ആക്ടേഴ്സ് ഇല്ല എല്ലാ ആക്ടേഴ്സിന്റെ കൂടെ ചെയ്യാം. എന്നാലും പിന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുള്ളൂ. അങ്ങനെ എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്താൽ മതി. ഇമോഷണൽ റോളാണ് എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ അങ്ങനത്തെ കുറച്ച് കോമഡി വഴങ്ങുന്നു തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക്? കാരണം കോമഡി ചെയ്യുമ്പോൾ ഭയങ്കര പാടാണല്ലോ ചോദിച്ചത്. കോമഡി വർക്ക്ഔട്ട് ആണത്. അപ്പൊ നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ വഴങ്ങും കോമഡി എന്നുള്ളത്? കോമഡി എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ലാന്ന് പറയാം.
അല്ലാണ്ട് അത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്കില്ല. എന്നാലും നമുക്ക് അങ്ങനത്തെ കുറെ എക്സ്പ്ലോർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളത് വരാത്തതുകൊണ്ട് നമുക്കിപ്പോ പറയാനും പറ്റില്ല. ഈ പറഞ്ഞ പോലെ തന്നെ കോ ആർട്ടിസ്റ്റുമായിട്ടുള്ള ആ ഒരു ഇംപ്രൊവൈസേഷനും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടണം. എന്നാലും നമുക്ക് കാര്യങ്ങള് ശരിയാ. പിന്നെ ഈ കോമഡി റോൾസ് ഒക്കെ ചെയ്യുന്ന ഒട്ടുമിക്ക ആക്ടേഴ്സും അവരുടെ ആ ഒരു ബേസിക് നേച്ചറേ അതുപോലെ തന്നെയായിരിക്കും. ഈ സ്പോട്ടിൽ കൗണ്ടർ അടിച്ച് ഇപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ കൗണ്ടർ അടിക്കലും പരിപാടിയൊന്നും ഇല്ല. ശരിയാ. അതെ, ഒരാള് പറയുമ്പോ കൗണ്ടർ അടിച്ചില്ലെങ്കിൽ പളിപ്പോ അങ്ങനെ റിസ്ക് എടുത്ത പരിപാടിയാണ്. ജഗദീഷ് ശ്രീകുമാർ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ നമ്മുടെ പണ്ടത്തെ മാംകോയ, ഇന്നസെന്റ്, ഇവരൊക്കെ അമ്മാതിരി ലെജൻസ് ആണ്. അവരൊക്കെ ചെയ്യുന്നത് അവരൊക്കെ ആ റിയൽ ലൈഫിലും അതുപോലെ തന്നെയാണ്. അവര് പല ഇന്റർവ്യൂസ്, പല ഡയറക്ടേഴ്സിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ അതിന്റെ നമുക്ക് അറിയാലോ, അവര് പറഞ്ഞിട്ടുണ്ടല്ലോ റിയൽ ലൈഫിലും അവര് ഇതുപോലെ കൗണ്ടർ അടിച്ച് തമാശ പറഞ്ഞ് അവർക്ക് പ്രത്യേകിച്ച് അഭിനയിച്ച് കാണിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഓൺ ദ സ്പോട്ട് തന്നെ ഡയലോഗ്സ് വരും. അതെ, മറ്റോ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാണ്ട് അതെ അതെ വലിയ സീനൊക്കെ സ്വന്തം ഡയലോഗിൽ ചെയ്യാറുണ്ട്. ശരി, അതുകൊണ്ടാണ് നമ്മൾ അവരെ ലെജൻസ് എന്ന് വിളിക്കുന്നത്.